സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ലളിത സഹസ്രനാമം അതിൻ്റെ അടുത്ത കുറച്ച് നാമങ്ങളുടെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് 761 മുതൽ 770 വരെയുള്ള നാമങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു സഹസ്രനാമ ജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ദിവസേന ഒരു ശീലമാക്കുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും പോലും നല്ലതാണെന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ എല്ലാ നാഡീ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ പിന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ നിത്യേനയുള്ള ഈ നാമജപം നമ്മളെ സഹായിക്കും. അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മുടെ ആ ഒരു ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. മനസ്സിലെ ചിന്തകളെയൊക്കെ കുറേ റൈസ് ചെയ്ത് കളയാനും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല ആരോഗ്യവും പിന്നെ ഊർജം നിലനിർത്തുന്ന ഒരു അവസ്ഥയിലേക്കും ഈ നാമജപങ്ങൾ സഹസ്രനാമ ജപങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാം. ഇന്ന് നോക്കുന്ന ആ ശ്ലോകങ്ങൾ 761 മുതൽ 770 വരെയുള്ള നാമങ്ങൾ വരുന്ന ശ്ലോകങ്ങൾ വായിക്കാം. ത്രിവർഗദാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗത ശുദ്ധ ജപാപുഷ്പ നിഭാകൃതി ഓജോവതി ദിദിതര യജ്ഞരൂപ പ്രിയവ്രത ആ ഭാഗത്ത് വരുന്ന നാമങ്ങളാണ്. അപ്പോൾ 761 നാമം സുഭഗ. അപ്പോൾ ഭഗ എന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഭഗമുള്ളവൻ ഭഗവാൻ എന്ന്, അതായത് ഐശ്വര്യം, വീര്യം, കീർത്തി, യശസ്, ജ്ഞാനം, വൈരാഗ്യം, അങ്ങനെ ഗുണങ്ങളൊക്കെ ഭഗമുള്ള ഭഗവാൻ. അതുപോലെ തന്നെ ഇവിടെയും ശോഭനമായ ഭഗത്തോടു കൂടിയവൾ എന്നാണ് സുഭഗയുടെ അർത്ഥം. സു എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠതയാണ് അത് കുറിക്കുന്നത്. അപ്പോൾ ഐശ്വര്യം, കാമം, മാഹാത്മ്യം, വീര്യം, യത്നം, കീർത്തി, ഇതൊക്കെയാണ് അതിൻ്റെ മറ്റർത്ഥങ്ങൾ. അപ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് ഭാഗ്യം നൽകുന്നവൾ എന്നും പറയാം. സുഭഗ, ഭാഗ്യം നൽകുന്നവൾ. സുഭഗ, നല്ല ഭാഗ്യത്തെ നൽകുന്നവൾ. അപ്പോൾ ആരുടെ അനുഗ്രഹത്താണോ, ഭഗൻ എന്ന് പറയുമ്പോൾ സൂര്യൻ എന്നും അർത്ഥമുണ്ട്. സൂര്യൻ ശോഭയുള്ളവനായിട്ട് തീരുന്നത്, അല്ലെങ്കിൽ ആരുടെ അനുഗ്രഹത്താലാണോ സൂര്യൻ പോലും ശോഭയുള്ളവനാവുന്നത് എന്നും പറയാം. അത് ആ ദേവിയുടെ നാമമാണത്. സൂര്യചന്ദ്രന്മാർ ദേവിയെ ഉപാസിച്ച് പിന്നെ ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ദേവിയുടെ പാദനഖങ്ങളിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശരശ്മികളിൽ കൂടിയാണത്രേ സൂര്യചന്ദ്രന്മാർ പോലും തേജോരൂപികളായിട്ട് മാറിയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുഭഗ എന്ന അർത്ഥത്തിന് വേറൊരു അർത്ഥം സുന്ദരി എന്നും ഭർത്താവിന് പ്രിയപ്പെട്ടവൾ എന്നും അർത്ഥമുണ്ട്. അപ്പം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ അർദ്ധശരീരമാണ് എന്ന് പറയുമല്ലോ, ആ അർത്ഥത്തിലും സുഭഗ എന്ന നാമം നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു നാമത്തിന് തന്നെ പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ട്. അപ്പം നമുക്ക് ഏതാണോ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത് അത് നമുക്ക് എടുത്ത് മനസ്സിലാക്കി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി 762 നാമം ത്രംബക. ത്രംബകം എന്ന് പറയുമ്പോൾ 3 കണ്ണുകളോട് കൂടിയവൾ ദേവി. സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ഇതാണ് 3 കണ്ണുകൾ. ആ 3 കണ്ണുകളോട് കൂടിയവൾ എന്നുള്ള അർത്ഥമാണ് ത്രംബക. അല്ലെങ്കിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ബ്രഹ്മ, വിഷ്ണു, ശിവൻ ത്രിമൂർത്തികളാണല്ലോ. ആ 3 ത്രിമൂർത്തികൾക്കും അമ്പയായവൾ എന്നും പറയാം. അമ്മയായ ദേവി, അതാണ് ത്രംബക. അങ്ങനെയും പേര് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത നാമം 763 ത്രിഗുണാത്മിക. സത്വം, രജസ്, തമസ്, ഇതാണ് ത്രിഗുണങ്ങൾ. ആ ത്രിഗുണങ്ങൾ തന്നെ ആത്മരൂപമായവൾ. അപ്പോൾ ഈ 3 ഗുണങ്ങൾക്കനുസരിച്ചാണ് ദേവിക്ക് 3 രൂപങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ തമോ ഗുണത്തിൽ കാളി എന്നും, രജോ ഗുണത്തിൽ ദേവി ഇരിക്കുമ്പോൾ അതിനെ ദുർഗ എന്നും, സത്വഗുണത്തിൽ ദേവി ഇരിക്കുമ്പോൾ അതിനെ പാർവതി എന്നും പറയുന്നു. അങ്ങനെ ഗുണത്തിനെ ആസ്പദമാക്കിയിട്ട് ഭിന്ന രൂപങ്ങളുണ്ടെങ്കിലും ഈ 3 ഗുണത്തിൻ്റെയും സാമരസ്യ രൂപമാണ് ദേവീരൂപം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാം കൂടി ചേർന്ന ഒരു ഗുണത്രയങ്ങൾ തന്നെ ചേർന്ന ഒരു രൂപമാണെന്ന് പറയാം. അതുകൊണ്ടാണ് ത്രിഗുണാത്മിക. ത്രിഗുണങ്ങൾ തന്നെ ആത്മരൂപമായവൾ എന്നർത്ഥം. 3 ഗുണങ്ങളും സത്വ, രജസ്, തമസ്, ഈ 3 ഗുണങ്ങളും തന്നെ ആത്മരൂപമായവൾ എന്നും നമുക്ക് മനസ്സിലാക്കാം.
ഇനി 764 നാമം സ്വർഗ അപവർഗത. സ്വർഗമോക്ഷങ്ങൾ കൊടുക്കുന്നവൾ, സ്വർഗവും അപവർഗവും നൽകുന്നവൾ, അതാണ്. അപ്പോൾ ഈ ക്ഷയിക്കുന്നതാണ് സ്വർഗം എന്ന് പറയും. എന്നാൽ എപ്പോഴും ക്ഷയിക്കാത്തതാണ് പിന്നെ മോക്ഷം എന്ന് പറയും. അപ്പോൾ ക്ഷയിക്കുന്ന സുഖം ആണ് സ്വർഗം. അതുപോലെ നിത്യമായ സുഖമാണ് അപവർഗം അല്ലെങ്കിൽ മോക്ഷം. അപ്പോൾ ഈ ക്ഷയിക്കുന്ന സ്വർഗവും നിത്യമായിട്ടുള്ള മോക്ഷവും രണ്ടും നൽകാൻ കഴിയുന്ന ദേവി, അല്ലെങ്കിൽ നിത്യ ആനന്ദ രൂപമായ മോക്ഷം നൽകുന്നു ദേവി എന്നതിനാൽ സ്വർഗത്തെയും അപവർഗത്തെയും അല്ലെങ്കിൽ സ്വർഗത്തെയും മോക്ഷത്തെയും നൽകുന്നവൾ എന്നാണ്. അപവർഗം മോക്ഷം. സ്വർഗാപവർഗധ, ദ എന്ന് പറയുമ്പോൾ ദാനം ചെയ്യുക. അപ്പോൾ സ്വർഗ അപവർഗ ദ എന്ന അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 3ആക്കി തിരിക്കാം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തെയും ദാനം ചെയ്യുന്നു, അപവർഗത്തെയും അല്ലെങ്കിൽ അപവർഗം മോക്ഷം അതിനെയും ദാനം ചെയ്യുന്നവൾ, കൊടുക്കുന്നവൾ എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോന്നിൻ്റെയും അർത്ഥം മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ പിന്നെ നാമങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ അത് വായിക്കുമ്പോഴും ഒരു സുഖവും ലയവും ഉണ്ടാകും. അപ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമുക്ക് വായിക്കാൻ ശ്രമിക്കാം. 765 ശുദ്ധ. ശുദ്ധ അവിദ്യയാകുന്ന അഴുക്കില്ലാത്തവളാണ് ശുദ്ധ. പിന്നെ തൻ്റെ ഭക്തരുടെ അജ്ഞാനത്താലുണ്ടാകുന്ന കളങ്കത്തെയും മാറ്റി ജ്ഞാനികളാക്കി അവരെ മാറ്റുന്നു. അപ്പോൾ ഭക്തരുടെ അജ്ഞാനത്തെ മാറ്റുന്നു, കളങ്കത്തെ ദേവി മാറ്റുന്നു, എന്നിട്ട് അവരെ ശുദ്ധരാക്കി തീർക്കുന്നവൾ എന്നും നാമത്തിനർത്ഥം. ഇനി 766 നാമം ജപാ പുഷ്പ നിഭാകൃതി. ജപാ പുഷ്പ ചെമ്പരത്തിപ്പൂ പോലുള്ള ആകാരത്തോടു കൂടിയവൾ. ആകാരം വർണ്ണ സാദൃശ്യത്തെയും കുറിക്കുന്നു. അപ്പോൾ സിന്ദൂരാരുണ വിഗ്രഹം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ സിന്ദൂരത്തിൻ്റെ അതുപോലെ അരുണ ശോഭയുമൊക്കെയാണ് ദേവിയെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നത്. ധ്യാന ശ്ലോകത്തിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ജപാപുഷ്പ നിഭാകൃതി എന്ന് പറയുമ്പോൾ ചെമ്പരത്തിപ്പൂവ് പോലെ ആകാരത്തോടു കൂടിയ ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 767 നാമം ഓജോവതി. ഓജസ്സുള്ളവൾ എന്നാണ് അർത്ഥം. ബലവും ദീപ്തിയുമാണ് ഓജസ്. അപ്പോൾ ഓജസ്സുണ്ട്, ഓജസ്സും ശക്തിയും എന്നൊക്കെ പറഞ്ഞ അർത്ഥം ബലം വേണം, അതുപോലെ തന്നെ പ്രകാശം വേണം. ബലവും ദീപ്തിയും, ദീപ്തി പ്രകാശം. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ഓജസ് എന്ന് പറയുക. അപ്പോൾ ഈ നമ്മുടെ പഞ്ചഭൂതാത്മകമാണല്ലോ ശരീരം, 5 പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തിൽ കാന്തിയായിട്ടും ബലമായിട്ടും ചൈതന്യം ദേവിയുടെ ആ ഒരു കാരുണ്യം കൊണ്ട് അത് നമുക്ക് അനുഭവപ്പെടാം. അപ്പം സ്വയം ദേവി കാന്തിയുള്ളവളും ബലവതിയുമാണ്. അതുകൊണ്ട് ദേവിക്ക് ഓജോവതി എന്ന് നാമം. അപ്പോൾ ഓജോവതി എന്ന് പറയുമ്പോൾ ഓജസ്സുള്ളവൾ എന്നും കാന്തിയുള്ളവൾ, ശരീരത്തിന് കാന്തിയും ബലവും ചൈതന്യവും ഉള്ളവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. ബലമുള്ളവൾ, ചൈതന്യമുള്ളവൾ, സ്വയം കാന്തിമതിയായവൾ, അതുകൊണ്ട് ഓജോവതി എന്ന് നാമം. ഇനി 768 ദ്യുതിധര. ദ്യുതിയെ തന്നെ ധരിക്കുന്നവൾ. ദ്യുതി പ്രകാശം, കാന്തി ശോഭ എന്നൊക്കെയാണ് അർത്ഥം ദ്യുതി. അപ്പോൾ ആ കാന്തിയെ തന്നെ ധരിക്കുന്നവൾ. ഇനി രശ്മി എന്നും ദ്യുതിക്ക് അർത്ഥമുണ്ട്. പ്രഭാകിരണങ്ങളുള്ളവൾ. അപ്പോൾ ആ ഒരു ശരീരത്തിൽ നിന്ന് പ്രഭാകിരണങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വമിക്കുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് പ്രകാശ രൂപത്തിൽ പുറത്തേക്ക് കാണാം. ദ്യുതി എന്ന് പറഞ്ഞാൽ ഓജസ് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നമ്മൾ ദ്യുതിധരൻ എന്ന്, ദ്യുതിധര എന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ ഒരു നാമം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ദ്യുതിധരൻ എന്നുള്ള വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു സ്ത്രീലിംഗ രൂപമാണ് ദ്യുതിധര എന്ന് സ്വീകരിക്കുമ്പോൾ വിഷ്ണു രൂപിണി എന്നും ഒരു അർത്ഥം പറയാം. അപ്പോൾ ദ്യുതിധര എന്നാൽ വിഷ്ണു രൂപിണി അല്ലെങ്കിൽ വിഷ്ണു മായയായ ദേവി, മഹാലക്ഷ്മി എന്നൊക്കെ പറയാം. അപ്പോൾ ദ്യുതിധരയ്ക്ക് 3-4 അർത്ഥമുണ്ട്. ദ്യുതിയെ ധരിക്കുന്നവൾ, കാന്തി ശോഭ ഉള്ളവൾ, അല്ലെങ്കിൽ വിഷ്ണു രൂപിണിയായവൾ, പിന്നെ അല്ലെങ്കിൽ വിഷ്ണു മായ എന്നും മഹാലക്ഷ്മി എന്നും ഒക്കെ പറയാം. ഇനി യജ്ഞരൂപ. യജ്ഞം തന്നെ രൂപമായവൾ, യജ്ഞോവൈ വിഷ്ണു എന്ന് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണു രൂപിണി എന്ന് പറയുമ്പോൾ വിഷ്ണു തന്നെ യജ്ഞമാണ്.
അപ്പോൾ ആ രൂപം ധരിച്ച ദേവി പരമവും ആത്യന്തികവുമായ ശുദ്ധ വിദ്യയിൽ നിന്ന് രൂപപ്പെട്ട ആരാധനാ രീതികളിൽ ഹോമം, യാഗം, പൂജ എന്നിവയെല്ലാം പെടുന്നു. അവയെല്ലാം ദേവീ രൂപമാണ്. അപ്പോൾ ശുദ്ധവിദ്യ എന്ന് പറയുന്നത് ആ ഒരു പരമമായ ആത്യന്തികമായ ശുദ്ധവിദ്യയുടെ ആ ഒരു ആരാധനാ രീതികളിൽ വരുന്നതാണ് ഹോമം, യജ്ഞം, പൂജ എന്നൊക്കെ. അതെല്ലാം ദേവിയുടെ രൂപം തന്നെയാണ് എന്ന് പറയുന്നു. അപ്പം ഇനി 770 പ്രിയവ്രത. വ്രതങ്ങളെ ഇഷ്ടപ്പെടുന്നവൾ ദേവി. ഇവിടെ വ്രത ശബ്ദം എല്ലാ വ്രതങ്ങളെയും കുറിക്കുന്നു. ഏത് ദേവനെ പ്രീതിപ്പെടുത്താനുള്ള വ്രതമായാലും അത് ദേവിക്ക് പ്രിയമാണ് എന്നാണ്. അപ്പോൾ വ്രതങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അതാണ് പ്രിയവ്രത. വ്രതങ്ങളെ ഇഷ്ടപ്പെടുന്ന ദേവി. ഏത് ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വ്രതം അനുഷ്ഠിച്ചാലും അതെല്ലാം ഇഷ്ടപ്പെടുന്നു ദേവി എന്നർത്ഥം. എല്ലാ വ്രതങ്ങളും യാഗാദി കർമ്മങ്ങളും പരാശക്തിയായ ജഗദംബയുടെ പാദങ്ങളിലാണ് സമർപ്പിതമാകുന്നത്. അപ്പോൾ നമ്മൾ ഏത് വ്രതമെടുത്താലും ഏത് ദേവനെ ഉദ്ദേശിച്ച് വ്രതമെടുത്താലും അതെല്ലാം ജഗദംബയായ ദേവിയുടെ പാദങ്ങളിലാണ് സമർപ്പിതമാകുന്നത് എന്ന് പറയുന്നു പ്രിയവ്രത. അപ്പോൾ എല്ലാ വ്രതങ്ങളും ഇഷ്ടപ്പെടുന്ന ദേവി വ്രതങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് ഈ ഒരു നാമം കുറിക്കുന്നു. അപ്പോൾ 761 മുതൽ 770 വരെയുള്ള നാമങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. നമ്മൾ നോക്കിയ ഭാഗം ത്രിവർഗദാത്രി സുഭഗാത്രം ഭഗാതൃ ഗുണാത്മിക സ്വർഗാപവർഗത ശുദ്ധ ജപാപുഷ്പ നിഭാകൃതി ഓജോവതി ദിദിതര യജ്ഞരൂപ പ്രിയവ്രത. അത്രയും ശ്ലോകത്തിലുള്ള 10 നാമങ്ങൾ, അതിൻ്റെ അർത്ഥമാണ് നോക്കിയത്. അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു, ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും നന്ദി. ഓണ ആശംസകൾ.